ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അത് എന്താണെന്നല്ലേ പറയാം. ഇത് പലതരത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റീമറാണേ. വളരെയധികം ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഫുഡ് ആണ് കയ്യിലുള്ളതെങ്കിൽ അത് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനും, കുറച്ചധികം ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് ഉപയോഗിക്കാനും പലതരത്തിലുള്ള യൂസ് ഇതിനുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഹാൻഡിലുണ്ട്. ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി കയ്യിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാൻഡിൽ ഉപയോഗിച്ച് പൊക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയുള്ളതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ വലുതായിരിക്കുന്നത്. ഇങ്ങനെ വലുതാക്കിയിട്ടും ഈ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. ചെറിയ സൈസ് ആക്കിയിട്ടും വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ല യൂസാണ് കേട്ടോ ഇത് ഞാൻ ഐക്കയെന്നാണ് വാങ്ങിയത്. ഒരു പ്രാവശ്യം ഐക്കയിൽ പോയപ്പോൾ എനിക്കിത് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് പോയപ്പോഴാണ് ഇത് കിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു യൂസാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയത്. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ചു. ഇപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ സ്റ്റീമർ ഉപയോഗിക്കൂലേ അതുപോലെ. ഇപ്പം ഞാൻ ചെറിയൊരു പഴം വേവിക്കാനോ അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് ചെറിയ പാത്രം മതി. വലിയ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വലിയ പാത്രം ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ചായ തിളപ്പിക്കുന്ന ഒരു പാത്രമാണിത് ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് കണ്ട ഇതുപോലെ ഇറക്കി. ഇപ്പോൾ ഒരു പഴം നമുക്ക് പുഴുങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ കണ്ട ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ആ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് ഇതിങ്ങനെ വിടർന്നു വരും. കണ്ടോ, ഇപ്പോൾ വലുതായിട്ട് ആ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് തന്നെ വിടർന്നു നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ അടച്ചിട്ട് സാധാരണ സ്റ്റീമർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. പാത്രത്തിൽ വെള്ളം വെക്കണം കേട്ടോ. കുറച്ച് വെള്ളം വേണ്ടി വരുള്ളൂ. നമ്മൾ സാധാരണ സ്റ്റീമർ കുറച്ച് വലുതായിരിക്കുമല്ലോ, അപ്പോൾ ഒത്തിരി ഗ്യാസും വേണ്ടി വരും, ടൈമും വേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു പഴം വേവിക്കാനായിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആയി കിട്ടും. നല്ല ഈസി ആട്ടോ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. കണ്ടോ, ചെറിയ പാത്രത്തിലാണെങ്കിലും നല്ല ഇതില്ലെങ്കിൽ ചുരുങ്ങി വരും, വലിയ പാത്രമാണെങ്കിൽ വിടർന്നു വരും. നല്ലൊരു രസമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇനി വലിയ പാത്രത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കുറച്ചധികം ഫുഡ് കുക്ക് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ പാത്രം വയ്ക്കാം. ഇപ്പോൾ ഒരു വലിയൊരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം വെക്കണം. എന്തായാലും വെള്ളം വെക്കാൻ മറക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, വലിയ പാത്രമാകുമ്പോൾ ഇതുപോലെ തന്നെ വിടർന്ന് തന്നെ നിൽക്കുന്നു. ചെറിയ പാത്രമാണെങ്കിൽ ചെറുതാവും, വലിയ പാത്രമാണെങ്കിൽ ഇങ്ങനെ വലുതായിട്ട് വരും. എന്നിട്ട് ഇതിൽ നമുക്ക് എന്ത് ഫുഡാണ് വെക്കണ്ടേ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തലേന്നുള്ള ചോറ് പിറ്റേന്ന് ആവി കയറ്റി ഉപയോഗിക്കാറുണ്ടല്ലോ, അതുപോലെ ഉപയോഗിക്കാനായിട്ട് ഞാൻ എന്താ ഇടുവാണ് കേട്ടോ. എല്ലാവരും ചെയ്യലുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതുപോലെ ചോറിട്ട് ആവി കയറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊക്കിയെടുക്കാം. ഈ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് പൊക്കിയെടുക്കാം. അതുപോലെ ഇലയട, ഇടിയപ്പം എന്ത് വേണമെങ്കിലും ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു യൂസാണ്. എല്ലാവർക്കും ഈ വീഡിയോ യൂസായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.